ഹലോ ഗുഡ് മോർണിംഗ്. ഇന്നൊരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അലക്കാനിട്ട തുണി വിരിച്ചിടുവാണ്. അപ്പോൾ ഇന്നലെ രാത്രി അലക്കാനിട്ടതാണ് കേട്ടോ. അപ്പോൾ രാവിലെ വെയിൽ ഉദിക്കുന്നതിന് മുമ്പ് അതൊന്ന് വിരിച്ചിടാമെന്ന് വിചാരിച്ചു. കുഞ്ഞ് എഴുന്നേറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ തുണി വിരിച്ചു കഴിഞ്ഞു. പിന്നെ ദേ മാറാമ്പൽ അടിച്ചിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. എന്നാലും നല്ലപോലെ മാറാമ്പൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതെല്ലാം ഒന്ന് അടിച്ച് ക്ലീൻ ആക്കുന്നുണ്ട്. അപ്പോൾ ഈ മാറാമ്പൽ തൂക്കുന്ന സാധനത്തിൻ്റെ പകുതി ഉള്ളൂ കേട്ടോ, പകുതി ഒടിഞ്ഞു പോയി. അപ്പോൾ ഈ ഫ്രണ്ടിലെയും പിന്നെ അകത്തെ ഫ്രണ്ടിലെ ഹോളിലും ഇത് വെച്ച് തൂക്കാൻ പറ്റും. പിന്നെ അകത്തെ റൂമിലൊന്നും ഇത് പറ്റില്ല കേട്ടോ. അങ്ങനെ ഞാനൊരു പൈപ്പിൻ്റെ പീസിൽ തുണി കെട്ടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ തുടക്കാറ്. ഒരെണ്ണം വാങ്ങണം. അപ്പോൾ ഇത് ഫ്രണ്ടിലൊക്കെ അടിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഫ്രണ്ടിലൊരു തിണ്ണ എറാൻ എന്നൊക്കെ പറയുന്ന സംഭവമില്ലേ, അപ്പോൾ അവിടെ ഒന്ന് കഴുകിയിടുവാണ് കേട്ടോ. പീലിമോള് വരുന്നതിന് മുമ്പേ കഴുകാമെന്ന് വിചാരിച്ചാണ്. അല്ലെങ്കിൽ അവൾ ഈ വെള്ളത്തിലൊക്കെ ചവിട്ടി നടക്കും. അവൾ വരുന്നതിന് മുമ്പ് ഇവിടെ ഉണങ്ങി കിട്ടണം. അപ്പോൾ ഇതേ പെട്ടെന്ന് മോട്ടർ അടിച്ച് കഴുകുകയാണ് കേട്ടോ. ഈ ടാപ്പിലെ വെള്ളം എടുത്ത് പിടിച്ച് കഴുകാമെന്ന് വെച്ചാൽ ടാപ്പിൽ കുറേശ്ശെ വെള്ളം വരുള്ളൂ. അപ്പോൾ വേഗം മോട്ടർ അടിച്ച് ഇങ്ങനെ കഴുകുകയാണെങ്കിൽ വേഗം തന്നെ കഴുകി തീരുമല്ലോ. അപ്പോൾ ഇത് എന്താ കോലായി കഴുകൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഇനി ഫ്രണ്ടിലെ ഹോളൊന്ന് മാറാമ്പലൊക്കെ തൂത്ത് കളഞ്ഞ് ഹോളും കൂടെ ഒന്ന് അടിച്ച് തുടക്കണം. അപ്പോൾ ദേ എന്താ കോലായി കഴുകുന്ന പരിപാടി കഴിഞ്ഞു. പിന്നെ മുറ്റവും കൂടി ഒന്ന് അടിക്കുന്നുണ്ട് കേട്ടോ. മുറ്റം എല്ലാ ദിവസവും ഒന്നും അടിക്കാറില്ല, ചവറുള്ളപ്പോൾ മാത്രം അടിക്കാറുള്ളൂ. ടൈൽ വിരിച്ചേക്കുവാണ് കേട്ടോ. പിന്നെ അതേ അകത്തെ ഹോളിൽ മുടി ഒന്ന് തൂത്ത് തുടക്കുന്നുണ്ട്, മാറാമ്പൽ തുടക്കുന്നുണ്ട്. അങ്ങനത്തെ ആ പരിപാടി കഴിഞ്ഞു. ഇനി കൈയോടെ തന്നെ റൂമും കൂടി ഒന്ന് അടിച്ച് തുടക്കുവാണ് കേട്ടോ. അടിച്ചു കഴിഞ്ഞു. ഇനി തുടച്ചും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിപ്പോൾ മുട്ടയിൽ നീന്തി നടക്കുന്നുണ്ട്. എല്ലായിടത്തും ഇങ്ങനെ ഓടി നടക്കൂട്ടോ അവൾ. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും തുടക്കണം. പിന്നെ നമ്മൾ ടി വി ചെയറിൽ നിന്ന് മാറ്റിയിട്ടില്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം ടി വി ആരും കാണാറില്ല. ടി വി വെക്കുന്ന ആൾ മോൻ മാത്രമാണ്. പിന്നെ അവനാണെങ്കിലും ഫോണിലായിരിക്കും ഫുൾ ടൈം. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ അവൻ ടി വി വെക്കാറുള്ളൂ കേട്ടോ. പിന്നെ ഇതേ കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടങ്ങളാണ് കേട്ടോ. അത് സഞ്ചിയിലെടുത്ത് വെച്ചേക്കണേ. അവർ ഇവിടെ വരുമ്പോൾ കളിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. പക്ഷെ അവർ അത് വെച്ചൊന്നും കളിക്കില്ല. അവർക്ക് ഈ എന്താ കുപ്പിയുടെ മൂടിയോ പിന്നെ പൗഡർ ടിന്നോ അങ്ങനെയുള്ളതൊക്കെ മതി കേട്ടോ. അങ്ങനെ ദേ തുടക്കൽ കഴിഞ്ഞു. പിന്നെ നമ്മുടെ വിളക്കൊന്ന് തേക്കാനുണ്ട് കേട്ടോ. അങ്ങനെ ദേ വിളക്ക് തേക്കാൻ വന്നു. എൻ്റെ ചെറിയ വിളക്കാണ് കേട്ടോ. വലിയ നില വിളക്കൊന്നും ഞാൻ കത്തിക്കാറില്ല. കുഞ്ഞു വിളക്കാണ്. അപ്പോൾ ഈ വിളക്ക് മോളുടെ കല്യാണത്തിന് അവൾക്ക് കൊടുക്കാനായിട്ട് നിലവിളക്ക് മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ വാങ്ങിച്ചാണ് കേട്ടോ ഞാൻ. പക്ഷെ ഇത് എന്താ ഇത് ചളങ്ങി തുടങ്ങിയിട്ടുണ്ട്. മാറിയെടുക്കണം. പിന്നെ ഈ ഒരു മൊന്തയില്ലേ, പഴനി പോയപ്പോൾ അവിടെ പാലഭിഷേകം നടത്തിയതിൻ്റെ മൊന്തയാണ് കേട്ടോ. അപ്പോൾ അത് കിട്ടിയപ്പോൾ ഞാൻ കൊണ്ടുവന്ന് വെറുതെ. ശരിക്കും ഞങ്ങൾക്ക് വിളക്ക് വെക്കുന്നിടത്ത് ഇങ്ങനെ വെള്ളം നിറച്ച് വെക്കണം ആ ഒരു ചടങ്ങൊന്നും ഇല്ല കേട്ടോ.
അങ്ങനെയൊന്നും വെക്കാറില്ല. പിന്നെ ഞാൻ ഈ മൊന്ത കണ്ടപ്പോൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാനത് കൊണ്ടുവന്ന് ഇങ്ങനെ വെറുതെ വിളക്കിൻ്റെ അടുത്ത് വെള്ളം നിറച്ച് വെക്കും. ശരിക്കും നിറകുടം ഫ്രണ്ടിൽ വെക്കുന്നത് നല്ലതാണല്ലോ. നിറകുടം എന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ഫ്രണ്ടിൽ വെക്കുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ വെറുതെ നിറച്ച് വെക്കുന്നതാണ് കേട്ടോ. അങ്ങനെ വിളക്കൊക്കെ തേച്ച് കഴിഞ്ഞു. അപ്പോഴേക്കും മോൻ കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന് രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞാൽ ഉടനെ വിളക്ക് കത്തിക്കണം, അത് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അടിച്ച് തുടച്ചൊക്കെ ഇട്ടിട്ടുണ്ടാവും. പിന്നെ ദേ എല്ലാ മുറിയിലും മാറാമ്പലൊക്കെ അടിച്ചു. പിന്നെ മതിലൊക്കെ അഴുക്കുണ്ട് കേട്ടോ. ഇവിടെ വെള്ളം ഇങ്ങനെ മഴക്കാലത്ത് വെള്ളം ഇറങ്ങുന്ന സ്ഥലം, ഭിത്തിയിൽ വെള്ളം ഇറങ്ങും. അതാണ് അതിൻ്റെ കളർ ഇങ്ങനെ. ഒരു വൈറ്റ് വാഷ് ഒന്നും ചെയ്തില്ലായിരുന്നു. അപ്പോൾ അതിൻ്റേതായൊരു അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മതിലിൽ. അങ്ങനെ ദേ ഇന്നത്തെ ക്ലീനിങ് പരിപാടി എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് ഡൈനിങ് ഹാളാണ്. സോറി, ഇത് അടുക്കളയാണ്. അതിന് മുമ്പ് കാണിച്ചതാണ് ഡൈനിങ് ഹാള്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു റൂമുണ്ട് കേട്ടോ. ഇവിടെയാണ് ഞാൻ വാഷിംഗ് മെഷീനൊക്കെ വെച്ചിരിക്കുന്നത്. അങ്ങനെ അവിടെ എല്ലായിടത്തും മാറാമ്പലടിച്ച് എല്ലാ മുറിയൊക്കെ അടിച്ച് തുടച്ച് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അതുപോലെ എൻ്റെ വീഡിയോയും അവസാനിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, ബൈ.